പൊതുവെ ആക്ച്വലി എല്ലാ സ്ഥലത്തും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഒരു വളരെയധികം പ്രോ ഇൻകംബൻസി ഒരു വേവാണ് നടക്കുന്നത്. എന്നാൽ ബി ജെ പി ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ശക്തമായ ആൻറ്റി ഇൻകംബൻസി അതിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും അധികം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരവും ഒരു ഭരണ അനുകൂല വികാരവും രണ്ടും നടക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ വളരെയധികം പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിയതിന് ശേഷമാണ് നമുക്ക് ഏത് സർക്കാർ വരുന്ന ഒരു ധാരണ വരുന്നത്. പക്ഷെ ഇത്തവണ വളരെ വ്യക്തമായി വളരെ മുൻകൂറായിട്ട് തന്നെ നമുക്കറിയാം ആരുടെ നേതൃത്വത്തിൽ ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയിലുമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു നരേന്ദ്രമോദി നയിക്കുന്ന ഒരു സർക്കാർ ഭരണത്തിൽ വരുന്ന ഉറപ്പുള്ളപ്പോൾ എന്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പരമാവധി സ്ഥലങ്ങളിൽ നിന്ന് ആ ഭരണത്തിൻ്റെ ഭാഗമാകുന്ന ഒരു എം പിയെ തിരഞ്ഞെടുത്തുകൂടാ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലും നമ്മൾ അവിശ്വസനീയമായ ചില റിസൾട്ടുകൾ ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സ്വാഭാവികമായിട്ടും ഇത്തവണ ധാരാളം പ്രത്യേകിച്ച് യുവാക്കൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം വെച്ചാൽ യൂത്ത് ഇനി മുന്നോട്ട് വരും ധാരാളം. പണ്ട് അവർ മടിച്ചു നിന്നിരുന്നത്. കാരണം നമുക്ക് വോട്ട് ചെയ്താൽ എന്താണ് നമുക്ക് ഭാവിയിൽ കിട്ടുന്നത്, ഒരു വികസന മുരടിപ്പായിരുന്നു നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വികസനത്തിലൊരു കുതിപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് കാണുന്നു. യുവാക്കൾക്ക് ഒരു നല്ല ഭാരതം, അവർക്കാർക്കും ഈ സംസ്ഥാനമോ അല്ലെങ്കിൽ രാജ്യമോ വിട്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരല്ല. ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യണം, രാജ്യത്തിന് സേവനം ചെയ്യണമെന്നാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു അവസരം അവർ മുന്നിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ പോകുന്നത് യുവാക്കളും പ്രത്യേകിച്ച് സ്ത്രീകളും മാറ്റം ആഗ്രഹിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ വീടിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നത് അമ്മമാരാണ്. അവർക്കും അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് ഒരു വിരാമം അവർ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ അതിശക്തമായ വോട്ടിംഗ് നടക്കും. അതിൽ യുവാക്കളുടെ പങ്ക് വളരെയേറെയായിരിക്കും. ഇപ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇതൊരു ഭരണ അനുകൂല വികാരവും ഭരണവിരുദ്ധ വികാരവും തമ്മിൽ ഒരു ഇതുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷത്തെ മികച്ച ഭരണത്തെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കുന്നു. അത് രാഷ്ട്രീയ മതഭേദമന്യാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നു, അവരുടെ കുടുംബം നന്നാവണം, ഭാവി തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന്. അത് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ വളരെയധികം ഈ ഭരണത്തിൽ വരുന്നതിന് മുമ്പും ഭരണം വന്നതിന് ശേഷവും വളരെയധികം ആരോപണങ്ങൾ വന്നു. ബി ജെ പി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത്. അവരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങി. 10 വർഷം നരേന്ദ്രമോദി ഭരിച്ചു, ഇവിടെ ന്യൂനപക്ഷങ്ങൾ വളരെ സൗഹൃദത്തിൽ പോകുന്നു, ഒരു പ്രശ്നങ്ങളുമില്ല. മേ ബി ഒറ്റപ്പെട്ട വിഷയങ്ങളുണ്ടാവാം ഭാരതത്തിൻ്റെ പല ഭാഗത്തും, അത് ദൗർഭാഗ്യകരവുമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മൊത്തമായിട്ട് എടുത്തു നോക്കുമ്പോൾ വളരെ സുന്ദരമായി ശാന്തമായി മുന്നോട്ട് നീങ്ങുകയാണ് ഭാരതം. അതുകൊണ്ട് ഇത്തവണ വളരെ വലിയൊരു റിസൾട്ട് ഈ 400 സീറ്റിലധികം നേടുന്നു പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭാരതത്തിലെ ഒന്നടങ്കം ഉള്ളൊരു വികാരമാണ്. ഇതിൽ തന്നെ കേരളത്തിലാണ് നമുക്ക് ബി ജെ പിക്ക് തീർത്തും, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലാണ് നമുക്ക് സീറ്റ് കുറവ്. ഇവിടെ പോലും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് അഭൂതപൂർവമായ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട്, അടിയൊഴുക്കുണ്ട്. ഞാൻ ഫിഗർ പറയാനൊരു അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, വോട്ട് ഷെയർ ഞാൻ ഇപ്പം തന്നെ പറയാം, 20-നും 25-നും ഇടയ്ക്ക് വോട്ട് ഷെയർ കേരളത്തിൽ ആവറേജ് ആയിട്ട് തന്നെ ഉണ്ടാകും. ചില മണ്ഡലങ്ങളിൽ 30-ഉം 40 വരെ പോകാം. അതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. അല്ല, അത് തെറ്റില്ല. കാരണം വെച്ചാൽ ഒന്ന്, അത് യു ഡി എഫും എൽ ഡി എഫ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അവർ ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഇവിടെ 2 മുന്നണികൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതായത് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ മുന്നണിയും ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയും തമ്മിലാണ്. അപ്പോൾ അവർക്ക് അവരുടേത് അകത്ത് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ കൊല്ലത്ത് മത്സരിക്കുന്നു. കൊല്ലത്ത് ഇന്ത്യ മുന്നണിക്ക് 2 സ്ഥാനാർത്ഥികളാണ്, ശ്രീ മുകേഷും ശ്രീ പ്രേമേന്ദ്രനും. ഇവർ രണ്ടുപേരും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ്. ഞാൻ മത്സരിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആരാണ് അവരുടെ പ്രധാനമന്ത്രിയാക്കേണ്ടത്, ആരെയാണ് ജയിപ്പിക്കേണ്ടത്? അതായത് സ്വന്തം സ്ഥാനാർത്ഥികളെയാണോ എതിർ സ്ഥാനാർത്ഥിയാണോ? വയനാടോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തമാശയുടെ അങ്ങ് ഹൈറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വയനാട് നിൽക്കുന്ന ആനി രാജ വോട്ട് ചെയ്യുന്നത് എതിർ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാനാണ്. അപ്പോൾ അവരുടെ ഇടയിലെ കൺഫ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അവരാദ്യം തീരുമാനിക്കട്ടെ അവരാർക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്, ആരെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ അവർക്ക് ആലോചിക്കട്ടെ എൻ ഡി എയെ തകർക്കണോ അല്ലെങ്കിൽ മോഡിയെ താഴെ ഇറക്കണോ എന്ന്.